ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജീഷ് മയൂഖം. ഏവർക്കും കാര്യസ്ഥം ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് എത്തുന്നത്. കാരണം വീഡിയോസ് ഒന്നും ഇടാനുള്ള ഒരു സംവിധാനമില്ല. ശരിക്കും ഇത് കുറേ മുന്നേ ഉള്ള ഒരു ഹൽദി ഫംഗ്ഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങോട്ടുള്ള വീഡിയോകളെല്ലാം ഇടാനുണ്ട്. അപ്പോൾ തുടർച്ചയായ വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നാളെ ഇത് നിങ്ങൾക്ക് തന്ന എല്ലാ സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പോൾ നമ്മളിന്ന് ചേർത്തലയിലാണുള്ളത്. ചേർത്തല ഒരു വീടിൻ്റെ മുറ്റത്ത് അതിമനോഹരമായ ഒരു ഹൽദി ഫംഗ്ഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരൻ്റെയും വധുവിൻ്റെ ഒരു എൻട്രിക്ക് വേണ്ടി നമ്മളൊരു നാസിക് ടീമിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അടിപൊളി ഒരു ഡോൾ ടീമാണ്. അപ്പോൾ അവർ അടിപൊളിയായിട്ട് അവരുടെ എൻട്രി, അതായത് ഇവരുടെ വീട്ടിലേക്ക് വരുന്നൊരു വഴി, ഒരു വളരെ ചെറിയൊരു വഴിയുണ്ട്. ആ വഴിയുടെ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ അവർ വീട് വരെയുള്ള സ്ഥലത്തേക്കാണ് നമ്മളൊരു അടിപൊളി ഒരു എൻട്രിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിലോട്ട് കടക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ അതിൻ്റെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഈ കുട്ടികളുടെ വൈബ് അസാധ്യമായിരുന്നു. അപ്പോൾ അവരാണെങ്കിൽ എന്താ പറയുക, നമ്മളെന്ത് പറഞ്ഞാലും അതിനോടൊപ്പം നിന്ന് അതെല്ലാം ചെയ്യാൻ അവർ ഭയങ്കര ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവർ അത്രയും ഇൻവോൾവ് ചെയ്താണ് അതിനോട് നിന്ന്. അതുകൊണ്ട് തന്നെ പരിപാടി ഭയങ്കര കളർഫുള്ളായി. അപ്പം പെട്ടെന്നാണ് രാത്രിയായത്. അപ്പോൾ ഇരുട്ടി തുടങ്ങിയപ്പോൾ ഇരുട്ടിയപ്പോഴാണെന്നായിരിക്കും നമ്മൾ ആ ഹൽദി ഫംഗ്ഷൻ്റെ ഒരു ഫീൽ ഭയങ്കരമായിട്ട് വൈബായത്. എല്ലാവരും കൂടെ അത് അടിച്ചു പൊളിച്ച് ഹൽദിയായിരുന്നു. ശരിക്കും നമുക്കൊരു എന്താ പറയുക, എനിക്കൊന്ന് ആ ഭാഗത്തേക്ക് ഇത്രയും ഒരു ഹൽദിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായി തുടങ്ങിയിട്ടില്ല എന്നായിരിക്കും. എന്തായാലും അവരെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ദൈവമാണ് നമുക്ക് വേണ്ടി ആങ്കർ ചെയ്യുന്നത്. ദൈവമാണ് എൻ്റെ ഫംഗ്ഷനുകളിലൊരു ഭൂരിഭാഗം എല്ലാ ഇവൻറ്റുകളും എം സി എം ദൈവമായിട്ടൊരു 6 വർഷമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ദൈവമാണ് ആങ്കർ ചെയ്യുന്നത്. ഒരു എന്താ പറയുക, വളരെ വീടിൻ്റെ മുറ്റത്ത് വളരെ ചെറിയ സൗകര്യമുള്ളായിരുന്നു. പക്ഷേ നമ്മളതിനെ അവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് നമ്മൾ അത് വൃത്തിയായിട്ട് ചെയ്തായിരുന്നു. അപ്പം 3 ദിവസത്തെ ഒരു ഫംഗ്ഷനാണ് വീട്ടിൽ. ഹൽദി, മെഹന്തി, സംഗീത്, പിന്നെ വെഡ്ഡിങ്, അങ്ങനെ 3 ദിവസത്തെ ഫംഗ്ഷനാണ്. അപ്പോൾ ഡാൻസ് ടീം നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു. അവരൊരു ഇവർക്ക് വേണ്ടി ഒരു അടിപൊളി വെൽക്കം ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉള്ള സ്ഥലത്ത് അടിപൊളി വൈബിലാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ ഫംഗ്ഷൻ എല്ലാവരും കാണുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസ് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരിക. ഞാൻ ആ വീഡിയോസിന് അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. നമ്മൾ ആ ഉള്ള ലിമിറ്റേഷൻ വെച്ച് ചെയ്ത ഒരു ഹൽദി ഫംഗ്ഷനാണ്. പക്ഷേ നമുക്കതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിരുന്നു. അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ആദ്യം ഒരു ചെറിയ വിഷയിൽ കണ്ടല്ലോ. അപ്പോൾ അതിലും ഭംഗിയായിട്ടാണ് നമുക്ക് ആ ലൈവിലെ വിഷയിൽ കിട്ടിയത്. എന്തായാലും എല്ലാവരും ഫംഗ്ഷൻ കണ്ടിട്ട് വരിക. ഇനി നമ്മളുടെ ഭാവിയിലേക്കുള്ള നമ്മളുടെ വധു വരന്മാർക്കും അല്ലേ? Congratulations both of you. Okay. അവർക്ക് വേണ്ടി സെയിം താങ്ക്സ് സോ മച്ച്. എല്ലാവരോടും നന്ദി മാത്രം. ഇത്രയും അടിപൊളി ഒരു എൻട്രി ഞങ്ങൾക്ക് തന്നതിന് എക്സ്പെഷ്യലി ടു വിജി ചേട്ടൻ, താങ്ക് യു സോ മച്ച് ചേട്ടാ. ഞാൻ എന്താണ് എക്സ്പെക്ട് ചെയ്തത് അതിനേക്കാൾ ഒരുപാടാണ് എനിക്ക് ചേട്ടൻ ചെയ്ത് തന്നേക്കുന്നത്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ആൻഡ് ഓഫ് കോഴ്സ് ഫാമിലി മെമ്പേഴ്സ് ഓൾസോ, കാരണം എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ആരും പുറകോട്ട് നിന്നില്ല. സോ അവർക്കും താങ്ക്സ് പറയേണ്ട കാര്യമില്ല. ഇന്ന് കുറച്ച് ഫോർമാലിറ്റി ആയിപ്പോയും സ്റ്റിൽ ഐ താങ്ക് യു സോ മച്ച് എവരിബഡി. ഓക്കെ.
അപ്പൊ ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഇനി നിങ്ങൾ രണ്ടുപേരും മാത്രം നിന്നാൽ എങ്ങനെ ഈ സ്റ്റേജ് കംപ്ലീറ്റ് ആവുന്നത്? നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വിളിക്കണ്ടേ? തീർച്ചയായിട്ടും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ടോ? 2 ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ചന്ദ്ര വേദിയിലേക്ക് വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിഷയുടെ ഹസ്ബൻഡ് കൃഷ്ണകുമാർ യെസ് എത്തിയിട്ടില്ല, കുഴപ്പമില്ല, നമുക്ക് നിഷയുണ്ടല്ലോ ഇവിടെ. കുട്ടികൾ 2 പേരും വന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മളുടെ ബണ്ടിൽ ഓഫ് ജോയ് അല്ലേ, നിഷയുടെ ബണ്ടിൽ ഓഫ് ജോയ് ആണ് 2 പേരും. ഓക്കെ, 2 പേരും വേദിയിലേക്ക് വരണം. നവീൻ ആൻഡ് എനിക്ക് ഒരുപാടൊന്നും പറയാനില്ല. സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. വളരെ സന്തോഷമുണ്ട്. ഓക്കെ, നമ്മളുടെ ഒരു ഹാപ്പിയിലെ പരസ്യം ഉണ്ടല്ലോ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേലേ അല്ലേ, അതുപോലെ ഉണ്ടല്ലേ. ഓക്കെ, അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, സെയിം അഭിപ്രായം അല്ലേ. ഇനി ഇവിടുന്നാണ് എക്സ്പെക്ട് ചെയ്തത്, എന്തെങ്കിലുമൊക്കെ പറയുമോ? ഐ ആം സോ ഹാപ്പി. ഇതുപോലുള്ള ചേട്ടനെ കിട്ടിയതിന് ഭയങ്കര ഹാപ്പിയാണ്. എന്താ ഒരു പ്രത്യേക ഒരു ബ്രദറാണ് ചേട്ടൻ. എന്താ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചേട്ടനായിട്ടുള്ള ആ ഒരു ബോണ്ടിങ്. എന്താ അല്ല, എനിക്ക് കസിൻ ചേട്ടന്മാർ ഒരുപാടുണ്ട്, എങ്കിലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സ്വന്തമായിട്ടൊരു ചേട്ടൻ വേണമെന്ന്. എന്തോ ദൈവം എനിക്ക് തന്നു ഇതുപോലൊരു അടിപൊളി ചേട്ടനാണ്. സോ താങ്ക് യു. ഓക്കെ, എന്തായാലും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ് അറിയാം. ഇനി ഈ ഒരു സന്തോഷത്തോട് കൂടി തന്നെ ഒരു ഫോട്ടോ കൂടെ എടുത്താലോ? അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും തിരിച്ച് സീറ്റിലേക്ക് വിട്ടോളാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഫോട്ടോസ് എടുത്തോളൂ. അതിനുശേഷം നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് സെപ്പറേറ്റ് ഫാമിലി ഫോട്ടോസും കൂടി എടുക്കണം. അതിനുശേഷം എല്ലാവർക്കും ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കുറച്ച് ഡ്രസ്സിങ് സെൻസ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല തുണി കണ്ടാ അറിയാം. ആർക്കാ? ഓക്കെ, ഇനി ഇതിൽ ആരാണ് ആദ്യം ഐ ലവ് യു എന്ന് പറഞ്ഞത്? ആണോ? ആണോ? അതെ. ഓക്കെ, നെക്സ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ ഇഷ്ടമുള്ള ആരാണ്? എനിക്കിവിടെ ചോദിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് അവിടെ ഉത്തരം കിട്ടുന്നുണ്ട്, അത് ഒരേ ടോണില്. ഓക്കെ, നെക്സ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ മറന്നു, ബർത്ത്ഡേ വരെ വേണമെങ്കിൽ മറന്നു, അതാരാ? അവിടെ കൺഫ്യൂഷനായി. വേണമെങ്കിൽ എൻ്റെ ബർത്ത്ഡേ വരെ ഞാൻ മറന്നു പോകുന്നു, അതാരാ? സ്വന്തം ബർത്ത്ഡേ ഡേറ്റ് വരെ മറന്നു പോകും. അത് സാധ്യത കുറവാ. അവിടെ ആൻസർ പറഞ്ഞു, ഏതെങ്കിലും ഒരു ആൻസർ പറഞ്ഞോളൂ. കമ്പാരിറ്റീവ്ലി ആർക്കാണ് മറവി? തരാം. ബെറ്റർ സിംഗർ ആരാണ്? ആൻസർ വരും. ഭയങ്കര പാടാണ് അവിടെ. പാടാ അല്ലേ? അവിടെ എന്താണെന്ന് അറിയോ ആൻസർ വന്നത്? നിതീഷ് ആണെന്നാ. അത് പാടാത്തോട്ടാ. ഇവിടെ എന്താ ആൻസർ എന്ന് അറിയാവോ? അതെ അതെ. ഓക്കെ, നെക്സ്റ്റ്. കണ്ണാടി കണ്ടാൽ ഞാൻ എന്നെ അവിടെ നിന്ന് മാറില്ല. ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. എനിക്ക് ബ്യൂട്ടി ഒരേ സ്വരത്തിൽ പറയുന്നു അമ്മു. അത് പിന്നെ ഗേൾസ് എങ്ങനെയാണല്ലോ അല്ലേ? അതെ അതെ, അതുകൊണ്ട് പിടിച്ചു വയ്ക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. ഫുഡ് കണ്ടാൽ ആ ഫുഡ് ഫ്ലാറ്റായി. എനിക്ക് ഫുഡ് വാങ്ങിച്ചു തന്നാൽ മതി, ഞാൻ എന്ത് വേണമെങ്കിലും ഓക്കെ. അങ്ങോട്ട് നോക്കണ്ട, പറഞ്ഞു അങ്ങോട്ട് നോക്കണ്ട, പറഞ്ഞോ. ഫുഡ് കണ്ടാൽ ഫ്ലാറ്റ് ആണ്. ഫുഡി ആരാണ്? ഫുഡി. ഇവിടെ പക്ഷേ 2 ആൻസേഴ്സും ഉണ്ട് കേട്ടോ. ഇവിടെ 2 പേരും എന്ന് പറഞ്ഞു, അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരിക്കൽ ഞാനൊരു മൈക്ക് കൂടെ തരാം, ഇതിൽ പറയണ്ടത് അത് പറയാം. അമ്മു, ഐ ലവ് യു. കഴിഞ്ഞിട്ടില്ല, ഇവിടുന്ന് ഉണ്ട്. ഓക്കെ, അത് ഒരുമിച്ച് കൊടുത്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ വേണമെങ്കിൽ മൈക്ക് പിടിച്ചു തരാം. ഞാൻ ഒട്ടും റൊമാൻറ്റിക് അല്ല, എന്നാലും ട്രൈ ചെയ്യാം. ചേട്ടാ, will you marry me? ആൻഡ് ഇങ്ങനെ തന്നെ ലൈഫ് ലോങ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിക്കുക. ഓക്കെ, ആൻഡ് ഇനിയും നിങ്ങൾ 2 പേരും കുറച്ചേരം റെസ്റ്റ് എടുത്തോളൂ.
അപ്പോഴേ രണ്ട് ആ സൈഡിൽ കുറച്ചൊന്ന് നീങ്ങി നിൽക്കാമോ, സെൻറ്ററിലോട്ട് നിൽക്കാമോ? ഓക്കെ, യെസ്. അപ്പോൾ എന്താണ് നമ്മളുടെ അമ്മുവിൻ്റെ ജീവിതത്തിലെ അതുപോലെ തന്നെ നിതീഷിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ ഷെയർ ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണ് രണ്ടുപേർക്കും പറയാനുള്ളത്, അമ്മുവിന് വേണ്ടിയിട്ടും നിതീഷിന് വേണ്ടിയിട്ടും? രണ്ടുപേരുടെയും ജീവിതത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നല്ല നിമിഷങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും താഴത്തോട്ട് ഇറങ്ങിക്കോളൂ. ഇനി ഞാൻ കുറച്ച് നേരം സ്റ്റേജ് ഒന്ന് കയ്യേറാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് ആസ്വദിച്ചോളൂ. ഓക്കെ. അപ്പോഴേ നമ്മൾ നേരത്തെ 3 പേരെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഗെയിമിന് വേണ്ടിയിട്ട്? ആ 3 പേരും ഒന്ന് ഫ്രണ്ടിലോട്ട് വരണം. വേഗം തന്നെ ആ 3 പേരും ഒന്ന് ഫ്രണ്ടിലോട്ട് വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ആ 3 പേരും നമ്മളുടെ കസിൻസ്. ഓക്കെ, 3 പേരും എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, പേര് പറഞ്ഞോ. എൻ്റെ പേര് ആകാശ്. അപ്പു. അപ്പു. ഓക്കെ. കിച്ചു എന്ന് വിളിക്കും. ഇവര് ഓക്കെ, എല്ലാവരെയും പരിചയപ്പെട്ടു. കുറച്ചേരം കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് പേരൊന്നും ഓർമ്മയുണ്ടാവില്ല. ഞാൻ അപ്പോൾ ഒന്നുകൂടെ ചോദിക്കാം. ഓക്കെ, എന്തായാലും ഗെയിം എന്താണെന്ന് വെച്ചാൽ സാരി ഉടുക്കാൻ അറിയാവോ? ഇല്ല. ഓക്കെ, അമ്മ സാരി എടുക്കുമ്പോൾ ഇത്ര ടൈം എന്തിനാ എടുക്കുന്നത്, എനിക്ക് പോകാനുള്ളതെന്ന് അറിയത്തില്ലേ എന്ന് ചോദിക്കാറുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഇവിടെ ചോദിക്കാറുണ്ടോ അങ്ങനെ? ചോദിക്കാറില്ല. ഇല്ല, ചോദിക്കാറില്ല. ഞാൻ നല്ല കുട്ടി, ഞാൻ ചോദിക്കാറില്ല. ഓക്കെ, ഇവിടെയോ? ഞങ്ങളുടെ രണ്ടുപേരും ഒരമ്മയാണ്. ഓ, ഞങ്ങൾ ചേട്ടൻ കഴിയില്ല. അപ്പം ചേട്ടൻ ചോദിച്ചോളൂ. ഓക്കെ, ഇന്നത്തേത് കൂടെ നിങ്ങൾ ആ ചോദ്യം നിർത്തും, എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ ഇവരെ കൊണ്ട് സാരി ഉടുപ്പിക്കാൻ പോവാണ്. സോ സാരി ഉടുക്കറിയോ? ഇല്ല. പ്ലീറ്റിങ്ങിലും കൂടെ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് വരട്ടെ. അതുവരെ സാരി ഇരിക്കോ? ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും നമ്മുടെ അപ്പ കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത കുട്ടികൾ റെഡിയാണോ? അടുത്ത കുട്ടികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സമയം ചേച്ചി, സമയം ചോദിക്കും. സമയം. ഓക്കെ, കമ്മല്, മാല, പൊട്ട്. ഓക്കെ, ഏത് കണ്ണാടി? അവിടെ കണ്ണാടി ഉണ്ട്. ഓ, അവിടെ ഉണ്ടായിരുന്നല്ലേ. എന്തിനും പെർഫെക്ഷൻ മുഖ്യമാണ്. കണ്ണാടിയിലൊക്കെ നോക്കി സെറ്റ് ആണോ നോക്കിയിട്ട് അറിയുള്ളൂ. അവിടെ എന്താ കുറച്ച് കുലുക്കി കുലുക്കി നടക്കൂ. ഓക്കെ, അപ്പം 3 പേര് വിളിഞ്ഞു നിന്നോളൂ, സെൻറ്ററിലോട്ട് നിന്നോളൂ. ഞാൻ മൈക്ക് അങ്ങോട്ടേക്ക് തരാം. ഇതിൽ ഏറ്റവും നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് സാരി ഉടുത്ത് സുന്ദരി കുട്ടിയായിരിക്കുന്നത് ആരാണ്? രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുമോ? ഇല്ലെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് എനിക്കിപ്പോൾ ആൻസർ വേണം. രണ്ടുപേരും ഒന്ന് ഡിസ്കസ് ചെയ്തോ, പറയാം. 3 പേരും അടിപൊളിയായിട്ട് ചെയ്തു. പക്ഷെ സാരി പെട്ടെന്ന് ഉടുത്തത് അപ്പുചേട്ടനാണ്. റോങ് സൈഡ് ആണെങ്കിലും എല്ലാം മേക്കപ്പ് ഉൾപ്പെടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ. ഓക്കെ, മേക്കപ്പും സാരി എല്ലാം പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞത് അപ്പുചേട്ടനാണ്. പിന്നെ റാംബോക്ക് അടിപൊളി. കിറ്റു അടിപൊളിയായിരുന്നു. ഇനികൂടാ സൂപ്പറായിട്ടാ. ഓക്കെ, എന്തായാലും എനിക്ക് തോന്നുന്നു കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തിയപ്പോൾ തന്നെ എല്ലാവരും സുന്ദരികളായിട്ടുണ്ടല്ലേ? അല്ലേ? ഉണ്ട് സുന്ദരികളായിട്ടുണ്ട് ഷുവറായിട്ടും. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇനി എല്ലാം അതെ, ഇനി എല്ലാം സാരിയല്ലോ. അപ്പം വിജയ് ഇവിടെ കിട്ടുമല്ലോ, അവിടെ ഇരിക്കട്ടെ. വിജയ് ഇവിടെ ഇരിക്കട്ടെ.
അറിയാം, പാർപ്പറോട്ട ചിരട്ടായിട്ട് വരയ്ക്കുന്ന പോലത്തേതാണ്. എനിവേ, பார்த்தால் பார்வை தோன்றும், பேரை கேட்க தோன்றும், பூ போல் சிரிக்கும் போது காற்றாய் பறந்திட தோன்றும். செல் செல்